ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഗണിതം 7th സ്റ്റാൻഡേർഡിലെ ഗണിതമാണ് കേട്ടോ. 7ാം ക്ലാസ്സിലെ ഗണിതം ഭാഗം 1. ഓക്കെ, അപ്പോൾ പുതിയ ബുക്കൊക്കെ ആയിട്ടുണ്ട്. 2024 എന്താണ് ബുക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ബുക്കാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം എന്താണെന്നുള്ളത്. ഇതിലൂടെ എന്തൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത് നോക്കാം. അതിൽ ഒന്നാമത്തെ പാഠം ഏതാണ്? സമാന്തര വരകളാണ് കേട്ടോ. എന്താണ് സമാന്തര വരകൾ? കേട്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ സമാന്തര വരകൾ എന്താന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? പാരലൽ എന്നൊക്കെ പറയും. നോക്കാം. ഓർമ്മ പുതുക്കുക എന്നുള്ളതാണ് അല്ലെ. നമുക്ക് ആദ്യം ഓർമ്മ പുതുക്കുക. 6ാം ക്ലാസ്സിൽ സമാന്തര വരകളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? സമാന്തര വരകളെ കുറിച്ച് എന്താണ് 6ാം ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? എത്ര നീട്ടിയാലും കൂട്ടിമുട്ടാത്ത, തമ്മിലുള്ള അകലം മാറാത്ത വരകൾ അല്ലെ? എന്താണ്? എത്ര നീട്ടിയാലും കൂട്ടിമുട്ടാത്ത, തമ്മിലുള്ള അകലം മാറാത്ത വരകളാണ് അല്ലെ? അത് നോക്കൂ, ഇപ്പൊ ഈ 2 ലൈൻ നോക്കൂ. ഇത് എത്ര അങ്ങോട്ട് നീട്ടിയാലും ഇതും ഇങ്ങനെ നീട്ടിയാലും കൂട്ടിമുട്ടൂല അല്ലെ? ഇങ്ങനത്തെ വരകളാണ് എന്ത്? സമാന്തര വരകൾ. ഓക്കെ, പിന്നെന്താണ്? സ്കെയിലും മട്ടവും ഉപയോഗിച്ച് ഇവ നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലെ? ഒരു വരയുമായി ഒരേ ചരിവിൽ നിൽക്കുന്ന 2 വരകൾ സമാന്തരമാണെന്ന് കണ്ടിട്ടില്ലേ? ഒരു വരയുമായി ഒരേ ചരിവിൽ വരയ്ക്കുന്ന 2 വരകൾ എന്താ? സമാന്തരമാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ നോക്കൂ, ഇവിടെ നമ്മൾ സ്കെയിലും മട്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത്? സമാന്തര വരകൾ വരച്ചിട്ടില്ലേ? അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഒരേ ചരിവിലാണ് അല്ലേ? ഇത് നോക്കൂ, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ അളവ് എത്രയാണ്? 60 ഡിഗ്രി ആയിരിക്കും. ഇനി ഇത് ഇങ്ങോട്ടേക്ക്, ഈ അളവ് ഈ ഭാഗത്തേക്കാ ചെരിവ് വരുന്നത് അല്ലെ? അപ്പൊ ഇത് 100 ആണെങ്കിൽ ഇതും 100 അല്ലെ? അപ്പൊ സമാന്തര വരകള് അങ്ങനെയും ഇതാക്കാം അല്ലെ? പിന്നെന്താണ്? 2 ജോഡി എതിർവശങ്ങളും സമാന്തരമായ ചതുർഭുജമാണ് സാമാന്തരികം എന്നറിയാം അല്ലെ? നമുക്ക് സാമാന്തരികം എന്താണെന്നറിയാം. എന്താണ്? 2 ജോഡി എതിർവശങ്ങളും സമാന്തരമായ 2 ജോഡി എതിർവശങ്ങൾ, ഇതും ഇതും അല്ലെ? അതുപോലെ ഇതും ഇതും അല്ലെ? അപ്പൊ എന്താ? സമാന്തരമാണിത് അല്ലെ? ആ ചതുർഭുജാണിത് സാമാന്തരികം എന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാമാന്തരികം ഇതേ അളവുകളിൽ വരയ്ക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിത് വരച്ചൂടെ? എങ്ങനെയാ അത് വരയ്ക്കുക? ആദ്യം നമുക്ക് എന്താക്കുക? 3 സെന്റിമീറ്ററിൽ ഒരു സ്കെയിൽ എടുക്കുക. എന്നിട്ട് 3 സെന്റിമീറ്ററിൽ ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇത് 3 സെന്റിമീറ്ററിൽ ആദ്യം നമ്മൾ വരച്ചു അല്ലെ? ഇനി നമ്മൾ എന്താ? പൊട്രാക്ടർ എടുക്കുക. പൊട്രാക്ടർ എടുത്തിട്ട് ഇവിടെ നിന്ന് പോയിന്റ് വെച്ചിട്ട് നമ്മൾ എന്താണ്? പൊട്രാക്ടർ എടുത്തിട്ട് 120 അളക്കുക. ഓക്കെ, അപ്പൊ 120 അളക്കുമ്പോൾ നമുക്ക് ഏകദേശം എന്താണ്? നിങ്ങൾ വരയ്ക്കുക. എന്താണ്? പൊട്രാക്ടർ എടുക്കുക. പൊട്രാക്ടർ അറിയാലോ അല്ലെ? പൊട്രാക്ടർ എടുത്തിട്ട് 120 നിങ്ങൾ എന്താക്കുക? അടയാളപ്പെടുത്തിയിട്ട് നിങ്ങൾ 120ന്റെ അവിടെ പോയിന്റ് ഇട്ട് 3 സെന്റിമീറ്ററിൽ വരയ്ക്കുക. ആരുടെ 120 ഇവിടെയും 120 വെച്ചിട്ട് അളക്കുക. ടീച്ചർ ഇത് പൊട്രാക്ടർ ഇല്ലാതെയാണ് വരയ്ക്കുന്നത്. നിങ്ങൾ പൊട്രാക്ടർ വെച്ചിട്ട് അളക്കുക അവിടെ. എന്നിട്ട് എന്താക്കുക? ഇവിടേക്ക് നമ്മൾ ജോയിൻ ചെയ്യുക അല്ലെ? അപ്പൊ നമുക്ക് എന്തോ കിട്ടും? ഇത് പൊട്രാക്ടർ ഇല്ലാതെ വരച്ചത്. അപ്പൊ ടീച്ചർ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചതാണ്. അപ്പൊ പൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ 120 അല്ലെ? ഇവിടെ 120 വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക? പൊട്രാക്ടർ വെച്ച് അളക്കുക. അതേപോലെ തന്നെ ആ പൊട്രാക്ടർ നിങ്ങൾ നീട്ടിയിട്ടത് ഇവിടെയും 120 എന്നാക്കിയിട്ട് അളക്കുക. എന്നിട്ട് എന്താക്കുക? നിങ്ങൾ 3 സെന്റിമീറ്റർ എടുക്കണം ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സാമാന്തരികം വരയ്ക്കുക. ഈ സാമാന്തരികം വരയ്ക്കാൻ കഴിയും. ഓക്കെ, ദെൻ അടുത്തത് വരകളും കോണുകളും എന്നാണ് കേട്ടോ. അടുത്തത് എന്താണ്? വരകളും കോണുകളും. ഒരു വര മറ്റൊരു വരയെ മുറിച്ച് കടക്കുമ്പോൾ അവയുടെ ഇടയിൽ എത്ര കോണുകൾ ഉണ്ടാവും? അതായത് ഒരു വര, ആ വരയാണിത് അല്ലെ? അതായത് ഒരു വര എന്താണ്? ടീച്ചർ വരച്ച ഒന്നും കൂടി. ഒരു വര മറ്റൊരു വരയെ മുറിച്ച് കിടക്കുമ്പോൾ കണ്ടോ? ഈ തന്നെ സംഭവം അല്ലെ? അപ്പൊ ഒരു വര മറ്റൊരു വരയെ മുറിച്ച് കിടക്കുമ്പോൾ എത്ര കോണുകൾ അവിടെ ഉണ്ടാവുന്നത് മക്കളെ? എത്ര കോണുകൾ അവിടെ ഉണ്ടാവുന്നത്? 1 അല്ലെ? 1 പിന്നെയോ 1 ഇത് അല്ലെ? 1 ഇത് അല്ലെ? പിന്നെയോ ഇത് അല്ലെ? 1 പിന്നെ എത്ര കോണുകളാണ്? 4 കോണുകൾ അല്ലെ? ഇവിടെ എത്രയാണ്? 1 പിന്നെയോ 2 പിന്നെയോ 3 4 അല്ലെ? അപ്പൊ ഒരു വര മറ്റൊരു വരയെ മുറിച്ച് കിടക്കുമ്പോൾ എത്ര കോണുകൾ ഉണ്ടാവുന്നത്? 4 കോണുകൾ ഉണ്ടാവും അല്ലെ? ഇതിൽ ഒരെണ്ണം അറിയാമെങ്കിൽ മറ്റു 3 നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഇതിൽ ഒരു കോണ് നമുക്ക് അറിയാൻ വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കുക. നമുക്ക് എങ്ങനെയാന്നുള്ളത് നോക്കാം നമുക്ക് അല്ലെ? ഇതാ ഇവിടെ 50 ഡിഗ്രിയും തന്നു. ഓക്കെ, ഇവിടെ 50 ഡിഗ്രിയും തന്നിട്ടുണ്ടെങ്കിൽ
ഇവിടെ ഉള്ളത് ഇങ്ങനെ എത്ര ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഇതും 6ാം ക്ലാസ്സിൽ കണ്ട കാര്യമാണ് അല്ലേ. എന്താണ് ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെ എതിർവശങ്ങൾ തുല്യാണ് അല്ലെ. ആ എതിർവശങ്ങൾ തുല്യാന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള 4 കോണുകൾ തമ്മിലുള്ള ബന്ധം പൊതുവെ എങ്ങനെയാണ്? ഇത് 50, ഇത് 50 അല്ലെ. ഇതിപ്പോ 50 തന്നിട്ടുണ്ട്, അപ്പൊ ഇത് 50 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എതിർ കോണുകൾ എന്താ തുല്യാണ് അല്ലെ. അത് ശ്രദ്ധിക്കുക കേട്ടോ. എന്താണ് ഇപ്പൊ ഈ വരയും ആണെങ്കിൽ ഈ കോൺ എന്താണോ ആ കോണളവ് തന്നെക്ക് ഈ കോണളവ്. ഇനി ഈ കോണളവ് എന്തായിരിക്കും? ആ കോണളവ് തന്നെയായിരിക്കും ഈ കോണളവ് കേട്ടോ. അപ്പൊ ഇത് 50 ആണെങ്കിൽ ഇത് 50 ആയിരിക്കും. ഓക്കെ. ഇനി ഇവിടെ പറയുന്ന നോക്കൂ, ഈ ഇപ്പുറത്തുള്ള ഈ ആംഗിൾ നമ്മൾ കാണണം എത്രയാന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് കാണുക? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, നേർരേഖയാണ് അല്ലേ. അപ്പോൾ എന്താണ് നേർരേഖയിൽ 180 ഡിഗ്രിയാണ് എന്ത് വരുന്നത്? നമ്മൾ അളവ് വരിക. ഓക്കെ, എത്രയാണ്? 180 ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ ഈ നേർരേഖയിൽ അങ്ങനെ ആവുമ്പം ഇത് മൊത്തം ഏതാണ്? ഇത് മൊത്തം എന്തായിരിക്കും? ഇത് മൊത്തം 180 ആയിരിക്കും. ഓക്കെ, ഇത് മൊത്തം 180 ആയിരിക്കും. അങ്ങനെ ആവുമ്പോൾ ഇത് 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 ഈ 50 അങ്ങ് കുറച്ചാൽ മതി അല്ലേ. അപ്പൊ എത്രയാണ് നമുക്ക് ഇവിടെ കിട്ടുക? ഇവിടെ 130 എന്ന് കിട്ടും അല്ലേ. അപ്പൊ ഇവിടെ 130 നമുക്ക് കിട്ടും. 130 ഡിഗ്രിന്ന് കിട്ടും കേട്ടോ. 180 ഡിഗ്രിന്ന് ഈ 50 ഡിഗ്രി കുറച്ചാൽ എത്ര കിട്ടും? 130 ഡിഗ്രി കിട്ടും. കണ്ടോ ഇവിടെ കിട്ടി 130. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താണ് ഇത് 130 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അറിയാം എത്രയാ? ഇവിടെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇത് എത്രയാണ്? 50 തന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ ഇത് 50. പിന്നെയോ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇത് ആംഗിൾ എത്രയാണ്? ഇത് ഇവിടെ 130 ആണെങ്കിൽ ഇവിടെയും 130 ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇത് 130. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള എതിർകോണുകൾ എന്താണ്? എതിർകോണുകൾ തുല്യായിരിക്കും. ഓക്കെ, അപ്പൊ എന്താ വെച്ചാൽ 180 ഇത് മനസ്സിലാക്കി വയ്ക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നമ്മളെ എന്താണ് കോൺ എന്ന് പറയുമ്പോൾ എന്താണ് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ എത്ര വര വരച്ചാലും നമുക്ക് ഒരു വര വരച്ചിട്ട് ഇതിന്റെ അളവ് നമുക്ക് അറിയാമെങ്കിൽ എന്താണ് മറ്റേത് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് 180 ഇതങ്ങ് കുറച്ചാൽ മതി. അറിയുന്ന അളവ് കുറച്ചാൽ ഇത് കിട്ടും. ഓക്കെ, പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു രേഖയിൽ നിന്ന് എന്താണ് രണ്ട് ലൈന് കൂട്ടിമുട്ടുമ്പോൾ എന്താ 4 കോൺ ഉണ്ടാവും. അതിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എതിർവശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. കണ്ടോ, ഇതും തുല്യമായിരിക്കും. അത് ഇവിടെ ഇപ്പോൾ 20 ആണെങ്കിൽ ഇവിടെ 20 ആയിരിക്കും. ഇവിടെ ഇപ്പോൾ 45 ആണെങ്കിൽ ഇവിടെ 45 ആയിരിക്കും. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ 70 ആയിരിക്കും. ഓക്കെ, അതേപോലെ ഇവിടെ എന്താണോ അതന്നായിരിക്കും ഇവിടെയും കേട്ടോ. ഈ ആംഗിളും എന്താണ് ഈ കോണും തുല്യമായിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പം 110 ആണെങ്കിൽ ഇവിടെ 110 ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇത് എന്താണ്? തുല്യമായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. നമുക്ക് എന്താണ് അപ്പൊ ഇങ്ങനെയുള്ള 4 കോണുകൾ തമ്മിലുള്ള ബന്ധം പൊതുവായി പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഈ അളവ് നമ്മൾ കിട്ടിയില്ലേ. ഇവിടെ ഇപ്പൊ 50 ആണെങ്കിൽ ഇപ്പുറത്തുള്ള 50 ആയിരിക്കും. പിന്നെ ഇവിടെ 130 കിട്ടിയ എങ്ങനെ മനസ്സിലായില്ല അല്ലെ. 180 ഈ അറിയുന്ന ഈ അളവ് കുറച്ചപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇത് കിട്ടില്ല. 180 50 കുറച്ചാൽ 130 കിട്ടും. ഓക്കെ, ആ 180 എപ്പോഴും നമ്മൾ ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ അതുപോലെ എന്താണ് ഈ താഴെയുള്ള ആംഗിൾ കിട്ടുക? ഇത് 50 ആയപ്പോൾ ഇത് 50 ആയി അല്ലേ. അതുപോലെ ഇത് 130 ആയപ്പോൾ എന്താ? ഇത് 130 ആയി. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള 4 കോണുകൾ തമ്മിലുള്ള ബന്ധം പൊതുവായി പറയുന്നത് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പറയാ? അപ്പോൾ അത് പറയുന്നതിന് മുന്നേ ഇത് നോക്കുക. മുറിച്ച് കടക്കുന്ന വരകൾ ലംബമാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അല്ലെ. എല്ലാ കോണുകളും 90 ഡിഗ്രിയാണ് അല്ലെ. അതായത് ഇപ്പം ഇതാ കണ്ടോ, ഇവിടെ ഇത് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് ലംബമായിട്ട് മുറിക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ 90, ഇത് 90, ഇത് 90, ഇത് 90 ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്? 90 ഡിഗ്രിയാണ് അല്ലെ. ഈ ഒന്ന് അല്പം ചെരിഞ്ഞ വര ആയാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ 90 നമുക്ക് അറിയാം അല്ലെ. അത് 90 മനസ്സിലാക്കണം നിങ്ങൾ. ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നാൽ ഇത് എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും. ഇനി അല്പം ചെരിഞ്ഞ വര ആയാലോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? 2 ചെറിയ കോണുകളും 2 വലിയ കോണുകളും അല്ലെ. ഇത് 2 ചെറിയ കോണുകളും പിന്നെ ഇതെന്താണ്? 2 വലിയ കോണുകളാവും അല്ലെ ചെരിഞ്ഞ വര ആയാല് അല്ലെ. ഇവിടെ നോക്കൂ, ഇത് കണ്ടല്ലേ, ഇത് ചെറിയ വര, പിന്നെ ഇത് മറ്റേതോ വലിയ വര അല്ലെ. അപ്പൊ 2 വലിയ കോണുകളും ചെറിയ കോണുകളും 2 വലിയ കോണുകളും കിട്ടും അല്ലെ. ഇവ തമ്മിലുള്ള ബന്ധം എന്താന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ചെറിയ കോണുകളിൽ 2ലും ഒരേ അളവ് അല്ലെ. ഇവിടെ ഇപ്പൊ ഈ ചെറിയ 2 കോണ് കണ്ടല്ലേ, ഇത് 2 ഒരേ അളവായിരിക്കും. അത് മനസ്സിലാക്കുക.
പറഞ്ഞു ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ 20 ആയിരിക്കും അല്ലേ, ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 40 ആയിരിക്കും, ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 30 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ചെറിയ രണ്ട് കോണുകൾക്കും ഒരേ അളവായിരിക്കും. ഓക്കെ, ഇനി വലിയ കോണുകൾ രണ്ടിനും ഒരേ അളവ് അല്ലേ. ഈ വലിയ കോണുകൾ രണ്ടിനും എന്താണ് ഒരേ അളവായിരിക്കും അല്ലേ. ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂട്ടിയാൽ 180 ഡിഗ്രി അല്ലേ. അതാണ് ടീച്ചർ പറഞ്ഞല്ലേ, സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. ഈ ചെറിയ കോണ് ഈ വലിയ കോണും കൂട്ടിയാൽ എത്രയാണ് 180 ഡിഗ്രി ആയിരിക്കും. അതാണ് ബന്ധങ്ങൾ വരുന്നത് അല്ലേ. ഇനി നേരത്തെ വരച്ച ചിത്രം ഒന്നും കൂടി നോക്കുക. നമ്മൾ നേരത്തെ വരച്ച ചിത്രം അല്ലേ, ഈ ചിത്രം നോക്കുക. അപ്പോൾ നീല വരയ്ക്ക് സമാന്തരമായി മുകളിൽ ഒരു വര കൂടി വരച്ചാൽ, അപ്പൊ ഈ നീല വരല്ലേ, ഈ നീല വരക്ക് സമാന്തരമായിട്ട് മുകളിൽ ഒരു വരയും കൂടി വരയ്ക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ വരച്ചാൽ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരച്ചു നോക്കൂ. അപ്പൊ വരച്ചാൽ നോക്കൂ, ഇത് രണ്ട് സമാന്തരമാണ് അല്ലെ. അങ്ങനെ ആവുമ്പോൾ മുകളിലെ നീല വരയും പച്ച വരയുമായി 4 കോണുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. ഇവിടെ നോക്കൂ, ഇവിടെ 4, ഇവിടെയും 4 കോണുണ്ട്. അപ്പൊ 4 എത്ര കോണുകൾ ഉണ്ടത്? മുകളിലെ നീല വരയും പച്ച വരയുമായി 4 കോണുകൾ ഉണ്ടാകുന്നില്ലേ, ഇവിടെ 4 കോൺ ഉണ്ടാകുന്നില്ലേ. അവയെ കുറിച്ച് എന്താ നമുക്ക് പറയാ, താഴത്തെ ചെറിയ കോണും അതിന് മുകളിൽ അടയാളപ്പെടുത്തിയ കോണും മാത്രം നോക്കുക. അതായത് താഴത്തെ ഈ കോണും ഇതും അത് നോക്കാം. അതായത് ഈ കോണും ഈ കോണും നോക്കാം. അപ്പം എന്താണ്, ഇവിടെ 50 ഡിഗ്രിയാണ്, ഇവിടെ എത്രയായിരിക്കും മക്കളെ? നോക്കാം നമുക്ക് അല്ലെ. നീലവരകൾ സമാന്തരമായതിനെന്താ, ഇവ രണ്ടും ഒരേ അളവിലാകണമല്ലോ അല്ലെ. അപ്പൊ ഇവിടെ 50 ആണെങ്കിൽ ഇതും 50 ആയിരിക്കും കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെയും 50 ഡിഗ്രി ആയിരിക്കും. അപ്പം മുകളിലെ മറ്റു കോണുകളാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള കോണുകൾ സെയിം ആയിരിക്കും അല്ലെ. ഇവിടെ 130 ആണ്, ഇവിടെ 130. അടിയിൽ 50 ആണ്, ഇവിടെ 50. ഇവിടെ 130 ആണെങ്കിൽ 130. ഓക്കെ, അപ്പം ഈ കോണുകളൊക്കെ സെയിം ആയിരിക്കും അല്ലെ. ഇവിടെ 130 ആണെങ്കിൽ ഇവിടെ 130 അല്ലെ. ഇവിടെ 50 ആണെങ്കിൽ ഇതിന്റെ നേരെ മുകളിൽ ഇവിടെ 50. ഇതിന്റെ താഴെ ഈ വരന്റെ താഴെ ആയിട്ട് ഇവിടെ 50 ആണെങ്കിൽ ഈ വരന്റെ താഴെ ഇത് 50 ആയിരിക്കും. ഓക്കെ, ഇനി ഈ വരന്റെ പുറത്ത് നോക്കിയാൽ 130 ആകുമ്പോൾ ഈ വരന്റെ താഴെ ആയിട്ട് അല്ലെ ഇത് 130. ഓക്കെ, അപ്പം തുടങ്ങുന്നത് 50 ഡിഗ്രിക്ക് പകരം മറ്റേതെങ്കിലും അളവിലുള്ള കോണായാലോ മറ്റു കോണുകളുടെയും അളവുകൾ മാറുമെങ്കിലും കോണുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇവിടെ 50 ആണ് നമ്മൾ തുടങ്ങിയല്ലേ. ഇനി ഇവിടെ നമ്മൾ എന്താണ് 40 ആണെങ്കിൽ ഈ അളവുകളൊക്കെ മാറും. പക്ഷെ ഇവിടെ 40 ആണെങ്കിൽ ഇവിടെയും 40. ഓക്കെ, അങ്ങനെ ആയിരിക്കും. അപ്പൊ എന്താണ്, അതായത് സമാന്തരമായ 2 വരകളെ മറ്റൊരു വര മുറിച്ച് കടക്കുന്നത് ഒരേ അളവുള്ള കോണുകളിലാണ് അല്ലെ. എന്താണ്, സമാന്തരമായ 2 വരകളെ മറ്റൊരു വര മുറിച്ചു കടക്കുന്നത് ഒരേ അളവുള്ള കോണുകളിലാണ്. ഒന്നുകൂടി പറഞ്ഞ, സമാന്തരമായ 2 വര അല്ലെ. ഇതാണ് സമാന്തരമായ 2 വരകളെ മറ്റൊരു വര മുറിച്ചു കടക്കുകയാണ് അല്ലെ. ഒരേ അളവുള്ള കോണുകളിലാണ്. മനസ്സിലായല്ലോ. അപ്പൊ അതാണ് അല്ലെ. ഇനി ഇവിടെ പറയുന്ന നോക്കൂ, ചുവടെയുള്ള ചിത്രങ്ങളിൽ സമാന്തരമായ നീല വരകൾ പച്ച വരയുമായി ഉണ്ടാകുന്ന മറ്റ് 7 കോണുകൾ കണക്കാക്കാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കണക്കാക്കി നോക്കാം അല്ലെ. അപ്പം ഇവിടെ 40 അല്ലെ, ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? നമുക്കറിയാം അതെന്താണ്, നേരെയുള്ള രേഖയാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താ 180 ആയിരിക്കും. 180 ഈ 40 കുറച്ച് എത്രയാണോ ആ 180 40 കുറച്ച് എത്രയാ 140. അപ്പൊ ഈ അളവ് എത്ര ആയിരിക്കും? 140 ആയിരിക്കും. അപ്പൊ ഇവിടെ 140 ഡിഗ്രി. ഓക്കെ, ഇനി ഇതിന്റെ എതിർവശമാണ് ഇത് അല്ലെ. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും? 40 ഡിഗ്രി തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത് 40 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറയാ 40 ഡിഗ്രി എന്ന് എഴുതാം കേട്ടോ. ഇവിടെ 40 ഡിഗ്രി ആയിരിക്കും ഇവിടെ. ഓക്കെ, പിന്നെ ഇവിടെ എത്ര ആയിരിക്കും? അങ്ങനെ ആവുമ്പോ ഇവിടെ 140 ആണെങ്കിൽ ഇതിന്റെ എതിർവശമാണ് ഇതിൽ കേട്ടോ. അങ്ങനെ ആവുമ്പോ ഇത് എത്ര ആയിരിക്കും? 140 ആയിരിക്കും കേട്ടോ. എത്ര? 140 ഡിഗ്രി ആയിരിക്കും ഈ വശം. മനസ്സിലായല്ലോ. അപ്പം എന്താ 140 ഇത് 40 ഡിഗ്രി. ഈ ഭാഗം എത്രയാണ്? ഈ ഭാഗം ഇത് 140 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 140 ഡിഗ്രി ആയിരിക്കും ഇത്. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ഇനി ഈ ഇത് എത്ര ആയിരിക്കും? ഇത് 40 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഇതിന്റെ സെയിം ഇതാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇത് എത്ര ആയിരിക്കും? ഇത് 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത് 40 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ആവുമ്പോൾ ഇത് എത്ര ആയിരിക്കും? ഇത് ആണെങ്കിൽ ഇതാ ഈ അളവ് തന്നെ ആയിരിക്കും ഈ അളവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് എത്രയാണ്? ഇത് 140 ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് 140 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ഇതെന്തായിരിക്കും? നമുക്ക് പറയാൻ പറ്റൂല്ലേ, അതിന്റെ ഓപ്പോസിറ്റ് ആയാലും ഇത് 40 ആയിരിക്കും അല്ലെ.
അപ്പം ഇത് 40 ആയതുകൊണ്ട് ഇതും 40 പറയാം അല്ലെ. നമുക്ക് സിമ്പിൾ ഏത് ടൈപ്പിലും പറയാം അല്ലെ. ഒരളവ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താ സിമ്പിളായിട്ട് ബാക്കിയുള്ള അളവുകളൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും അല്ലെ. ഈ രേഖ ആയതുകൊണ്ട് നമുക്ക് എന്താക്കാം ഇങ്ങനെ പറയാം അല്ലെ. ഇത് 40 ആയതുകൊണ്ട് ഇത് 40 ആണെന്നുള്ളത് അല്ലെ. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഈ ആംഗിളും ഈ കോണും ഈ കോണും തുല്യമാണെന്നും പറഞ്ഞിട്ട് ഇവിടെ 40 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 40 ഡിഗ്രി അല്ലേ. ഇനി ഈ ആംഗിൾ എത്ര ആയിരിക്കും, ഈ കോൺ എത്ര ആയിരിക്കും? ഇവിടെ എന്താണ് ഇതിന്റെ നേരത് ഇതാണ് അല്ലേ, 140 അല്ലേ. അപ്പോൾ ഇവിടെ 140, അപ്പോൾ ഇവിടെയും 140 ഡിഗ്രി ആയിരിക്കും. അപ്പം മനസ്സിലായല്ലോ, ഇവിടെ 140 ആയതുകൊണ്ട് ഇവിടെയും 140 ഡിഗ്രി കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ നോക്ക്, അടുത്ത് നോക്കിയാൽ ഈ നീല വരകളെ എന്താണ് മുറിച്ച് കിടക്കുന്ന ഈ പച്ച വര അല്ലേ. അങ്ങനെ ഇത് 2 ലൈനായിട്ട് ഇങ്ങനെ കിടന്നതായിരുന്നു അല്ലേ. ഇതിപ്പോ ഇങ്ങനെ ചെരിഞ്ഞിങ്ങോട്ടേക്കാണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഇത് 45 ആണെങ്കിൽ നമുക്ക് ഈ വരന്റെ എവിടെയാ വരിക, ഇതാണ് വരിക കേട്ടോ. ഇത് 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത് 45 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്തുള്ള ഈ അളവാണ് നമ്മൾ കാണേണ്ടത്. ഇത് എങ്ങനെയാ കാണുക, ഇത് നമുക്ക് അറിയാം അല്ലെ. എന്താ ഞാൻ പറഞ്ഞിരുന്നത്, എങ്ങനെയാ പറഞ്ഞിരുന്നത് ടീച്ചർ? 180 ആണ് അല്ലെ. സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ 180 ഡിഗ്രി അല്ലെ. 180 ഈ അളവും കുറച്ചാൽ മതി അല്ലെ. 180 45 കുറച്ചാൽ എത്രയാ? അപ്പോൾ 180 45 കുറച്ചാൽ 135 അല്ലേ. അപ്പോൾ ഈ അളവ് എത്ര ആയിരിക്കും? 135 ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ ഈ അളവ് എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്ത്, ഇത് 45 ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇത് എത്ര ആയിരിക്കും? 45 ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് 45 ഓപ്പോസിറ്റ്, അതായത് എതിർ കോണുകൾ തുല്യമാണ് അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 45 ഡിഗ്രി ആയതുകൊണ്ട് ഇവിടെയും 45 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ ഇത് എത്ര ആയിരിക്കും? ഇവിടെ 135 ആയതുകൊണ്ട് ഇവിടെ എന്താണ് ഇതിന്റെ എതിർ കോണാണ് ഇത് അല്ലേ. അപ്പൊ ഇത് 135 ആയിരിക്കും അല്ലേ. ഓക്കെ, ഇവിടെ 135 ഡിഗ്രി അല്ലേ. ഓക്കെ, ഇനി അപ്പുറത്ത് ഈ കോണാണ് നമുക്ക് കാണുന്നത് അല്ലേ. ഇനി എന്താണ് ഈ കോണ്, ഈ കോൺ എത്ര ആയിരിക്കും? ഇവിടെ ഇതിന്റെ ഇത് എത്രയാണ്? ഇത് 45. അങ്ങനെ ആകുമ്പോൾ ഇതിന്റെ ഏതായിരിക്കും? ഇത് 135. ഇവിടെയാണ് 135 അല്ലേ. പിന്നെ ഈ അളവ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ഇത്. പിന്നെ ഈ അളവ് എന്ന് പറയുന്നതോ ഇതും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ അളവ് എത്രയാണ്? അപ്പോൾ ഇത് 135 ആയാൽ ഇത് 135. ഇവിടെ 45 ആയതുകൊണ്ട് ഇവിടെ 45 അല്ലേ. ഇവിടെ 135 ആണ്, ഇവിടെ 135 ഡിഗ്രി. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, ഇവിടെ 135 ഡിഗ്രിയാണ് ഇവിടുത്തെ ഈ കോണ്. ഇത് 45 ഡിഗ്രി, ഇത് 135 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കുക. ഒരു ടെൻഷനും ഇല്ല, ഒരു വിഷമവും ഇല്ല. എന്താണ് ഇത് സിമ്പിളായി ഒന്ന് മനസ്സിലാക്കാൻ. ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ആംഗിൾ ആയിരിക്കും അല്ലേ. ഇതിന് നേരെ എപ്പുറത്തുള്ളത് തന്നെ. ഇത് നേരെ കൂടെ നീക്കിയാൽ എന്തുണ്ടാവും? സെയിം തന്നെ അല്ലേ. അതുപോലെ വിചാരിച്ചാൽ മതി. ഈ അളവ് എങ്ങനെയാണോ ആ അളവ് തന്നെ അങ്ങനെ എഴുതിയാൽ മതി. ഇതും അങ്ങനെ തന്നെ. ഓക്കെ, മുകളിലുള്ള 2 അളവുകൾ മുകളിലത്തെ അളവ്, താഴെയുള്ള അളവ് താഴെയുള്ള അളവ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ എത്രയേ ഉള്ളൂ. അപ്പം അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. കോണളവിന് ഒരു പ്രശ്നവുമില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ളത് എത്രയാണ്? 180 ഡിഗ്രി ആയിരിക്കും നോക്കുക. പിന്നെ നമ്മൾ ഒരു ആംഗിൾ, ഒരു കോണ് വന്നാൽ എന്താണ്, കോണ് വന്നാൽ ഈ ആംഗിളിൽ നിന്ന് ഈ 180 ഈ ആംഗിൾ അറിയെങ്കിൽ എന്താണ് മറ്റേ ആംഗിൾ കാണാൻ എന്താ ചെയ്യേണ്ടത്? 180 ഈ ആംഗിളും കുറച്ചാൽ മതി. അപ്പം മറ്റേ ആംഗിൾ കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണ് എന്താണ് നന്നായി മനസ്സിലാക്കുക. ഓക്കെ, ഈ സ്ട്രെയിറ്റ് ലൈൻ്റെത് സ്ട്രെയിറ്റ് ലൈൻ്റെ 180 അങ്ങോട്ട് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ എത്ര ആംഗിൾ എന്താണ് കോണ് കട്ട് ചെയ്താലും മറ്റേ കോണ് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റേ കോണ അളവ് അറിയെങ്കിൽ 180 എന്താണ് അറിയുന്ന കോൺ കുറച്ചാൽ മറ്റേ കോൺ കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്